നെവർ ലെറ്റ് ദ സെയിം സ്നേക്ക് ബൈറ്റ് യു ട്വൈസ്. ഈ കോട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു തവണ നമ്മളെ വിഷപ്പാമ്പ് കടിച്ചു, വീണ്ടും ഒരു തവണ കടിക്കാൻ കൂടെ നമ്മൾ നിന്നു കൊടുക്കരുത്. നമ്മുടെ ചുറ്റും ഒരുപാട് ക്യാരക്ടറുള്ള, ഒരുപാട് സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? നമ്മൾ ഒരാളിൽ നിന്ന് ഒരു വഞ്ചന അനുഭവിച്ചു, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നമ്മൾ മുറിപ്പെടുത്തുന്ന ഒരു വേദന അനുഭവിച്ചെങ്കിൽ വീണ്ടും നമ്മൾ അയാളുടെ അടുത്ത് തന്നെ തിരിച്ചു പോയി വീണ്ടും നമ്മൾ അതേ വഞ്ചന തന്നെ നേരിടും. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നിന്ന്. ഒരാൾക്കും ഒന്നിൽ കൂടുതൽ ചാൻസ് കൊടുക്കരുത്. ആ ചാൻസ് കൊടുക്കും തോറും നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചാൻസിലും അവർ നമ്മളെക്കാൾ ശക്തരായി നമ്മളെ വീണ്ടും എങ്ങനെ സങ്കടപ്പെടുത്താം, നമ്മളെ വീണ്ടും എങ്ങനെ കൂടുതൽ മുറിവുകളിലേക്ക് തള്ളിയിടാമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് ഒരു ചാൻസ് കൊടുത്താൽ മതിയാവും. നമ്മുടെ ലൈഫിൽ ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ ഭയങ്കര അഡിക്റ്റ് ആയിരിക്കും. അവരില്ലെങ്കിൽ നമുക്ക് ജീവിതം തന്നെ ഇല്ലയെന്ന് തോന്നും, ഇവരാണ് എൻ്റെ എല്ലാം എന്ന് തോന്നും. പക്ഷെ അവരിൽ നിന്ന് തന്നെ ഏറ്റവും വഞ്ചനാപരമായ ഒരു കാര്യം നമ്മൾ നേരിടേണ്ടി വരുമ്പോഴാണ് നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, പിന്നെ അവരെന്തിനാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറിയെന്ന് നമ്മൾ ആലോചിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തന്നെ ഇല്ലാതാവും. കുറച്ച് കൂടുതൽ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അവരുടെ ജീവിതം തന്നെ പോവാൻ അത് മതി. അവർ പിന്നെ കൂടുതൽ ചിന്തയിലാവും, ഉറക്കമില്ലാതെ ആവും, ഡിപ്രഷനിലാവും, എല്ലാത്തിലും ആവും. എപ്പോഴും കണ്ടിട്ടില്ലേ, കൂടുതൽ സ്നേഹിക്കുന്നവർക്ക്, കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഒരു റോങ് ആയിട്ടുള്ള പേഴ്സണെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ഓൾ ലൈഫ് തന്നെ മെസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ ലൈഫിൽ റൈറ്റ് പേഴ്സൺ വേണോ റോങ് പേഴ്സൺ വേണോ എന്ന്. റോങ് പേഴ്സൺ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ബന്ധം അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ മെസ്സായി പോകുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതേപോലെ നമ്മുടെ ലൈഫിൽ വരുന്നത് ഒരു റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ ലൈഫ് എത്രയോ ഉയരങ്ങളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് റോങ് ആയിട്ട് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്, നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പഠിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നെവർ ലെറ്റ് ദ സെയിം സ്നേക്ക് ബൈറ്റ് യു ട്വൈസ്, അതെപ്പോഴും ഓർമ്മ വയ്ക്കണം. ബൈ ബൈ, നാളെ കാണാം.